ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ പീരയാണ്. അപ്പോൾ ഈ മീൻ പീരയ്ക്ക് വേണ്ടി എനിക്ക് മുരശാണ് കിട്ടിയിരിക്കുന്നത്. മുരശ് നല്ല അടിപൊളി പച്ച മുരശാണ് കേട്ടോ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ മുരശ് വെച്ച് പീര വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അത് ഞങ്ങളുടെ കോട്ടയം സ്റ്റൈൽ മീൻ പീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫേമസ് ആണ്. നമുക്ക് വള്ളത്തേലൊക്കെ അവരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 1/2 കിലോ മുരശാണ് എടുത്തിരിക്കുന്നത്. അത് വെട്ടി നല്ല ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിപ്പോൾ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിപ്പം ഇതിലേക്ക് ഒരു മുറി തേങ്ങയുടെ ഒരു ശകലം ഒഴിച്ച് ബാക്കി ഞാൻ ഒരു ചെറിയ മുറി തേങ്ങ ആണ് എടുത്തിരിക്കുന്നത്. അത് പിന്നെ നമ്മൾ ഉള്ളി ഒരു 7-8 അല്ലി ഉള്ളി, പിന്നെ പച്ചമുളക് ഒരു 6-7 പച്ചമുളക്, പിന്നെ ഇഞ്ചി ഒരു ചെറിയ പീസ്, വെളുത്തുള്ളി ഒരു 6-7 അല്ലി, പിന്നെ കരിവേപ്പില. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതാ മീനിൻ്റെ അതെല്ലാം ക്രഷ് ചെയ്ത് നമുക്ക് തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ചേർക്കുക കേട്ടോ. ചട്ടിയിലേക്കെല്ലാം ഇട്ടതിന് ശേഷം മീൻ ഇതിലേക്ക് ഇടാം. ഞാൻ എന്താ ഇതുപോലെ ചെറിയ പീസാക്കി നമ്മുടെ മുരശ് നമ്മളിങ്ങനെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇതെല്ലാം ഒന്ന് ഈ പീര എല്ലാം ഈ മീനിൻ്റെ അകത്ത് പുരട്ടുന്ന ആ ഒരു പുരളുന്ന രീതിയിൽ നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇനി ചേർക്കുന്നത് നമുക്ക് ലേശം ഉപ്പ് ചേർക്കണം. ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിന് ഞാനിതുപോലെ ഒരു ചെറിയ 2 ഇതായിട്ടുള്ള കുടംപുളിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. പുളിക്ക് നിങ്ങൾ വേണമെങ്കിൽ ഇരുമ്പമ്പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഇരുമ്പമ്പുളി ചേർക്കും, മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർക്കും. നമ്മളിവിടെ ചേർക്കുന്നത് കുടംപുളി ഒരു ചെറിയ പീസ് എടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ കരിവേപ്പില ഞാനിതിലേക്ക് അതും ആഡ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് സ്വല്പം വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. വെള്ളം നമ്മൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നകക്ക വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം യോജിപ്പിച്ച് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ഉപ്പും ഇതെല്ലാം കറക്റ്റാണെന്നുള്ളത് ഇങ്ങനെ തട്ടിപ്പൊത്തി ഈ വെള്ളം കുറച്ചും കൂടെ ഞാൻ ഈ മിക്സി കഴിയ വെള്ളം കൂടെ ചേർക്കുകയാണ്. ഇത്രയും വെള്ളം ചേർത്തിട്ട് സ്വല്പം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വയ്ക്കാം. വെളിച്ചെണ്ണയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതിന് ശേഷം ഇറക്കാറാകുമ്പോൾ നമ്മൾ സ്വല്പം കൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കാം. നമുക്കിനി ഇത് ഒരു 20 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് അടുപ്പത്ത് ആദ്യം ഒരു മീഡിയം തീയിൽ വയ്ക്കാം. അത് കഴിഞ്ഞ് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ബാക്കി ഒരു 5 മിനിറ്റും കൂടെ നമുക്കിത് വേവിച്ചെടുക്കാം. ഒത്തിരി വേവൊന്നുമില്ല. ഈ മുരശ് മീനൊക്കെ പെട്ടെന്ന് വേകാവുന്ന ഇതാണ്. അപ്പോൾ നമുക്കിനി ഇത് വെന്തതിന് ശേഷം നമുക്കിനി നോക്കാം. നമ്മളിനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇതുപോലെ ഒരു തള വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചൊന്ന് വെക്കേണ്ടതാണ്. നമുക്കിതൊന്ന് ചുറ്റിച്ച് വെക്കാവുന്നതാണ്. ഇനി അതിന് ശേഷം ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടാണ് ഇനി ബാക്കി ഇത് നമുക്കിത് വെന്ത് വരേണ്ടത്. അപ്പോൾ നമ്മുടെ മീൻ പീര അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഞാൻ ഒത്തിരി വെള്ളം വറ്റിച്ചെടുത്തിട്ട് ഒന്ന് കുഴമ്പനെ ആ ഒരു രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇറക്കാൻ നേരത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു കരിവേപ്പില രണ്ടും കൂടി ഇങ്ങനെ വെച്ച് നമ്മുടെ മീൻ പീര അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ പീരയാണ്. അതും പ്രത്യേകിച്ച് മുരശ് നമുക്ക് ഏറ്റവും നല്ല ഒരു ഇതാണ്. കായലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു മത്സ്യമാണ് മുരശ്. നിങ്ങളത് ഇതുപോലെ ഒന്ന് മീൻ പീര വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.